അപ്പോൾ ഇത് നമ്മുടെ പൂവടയാണ് ഫ്രൈ ചെയ്തത്. സാധാരണ എല്ലാവരും സ്റ്റീമിലും പിന്നെ അതേപോലെ തന്നെ അരിപ്പൊടിയിലാണ് ചെയ്യുക. നമ്മളിന്ന് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൈദപ്പൊടിയിലാണ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്തത്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ആ സ്വീറ്റ്നെസ്സൊക്കെ നല്ലോണം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സ്വീറ്റും ഇതൊക്കെ നമുക്ക് വേണ്ടതുപോലെ നമ്മൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ രസം ഉണ്ടാവില്ല. കാരണം അത് കുറച്ച് കട്ടി ഉണ്ടാവും. ആദ്യം എന്ത് ചെയ്യുക, ഒരു മൈദ ഒരു പാത്രത്തിലാക്കിയിട്ട് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ചുടുവെള്ളം ചേർത്ത് നന്നായിട്ടാണ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യാൻ ആദ്യം സ്പൂണോട്ട് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കൈ കൊണ്ട് നല്ലോണം കുഴക്കേണ്ടി വരും. കുഴച്ച് കൈയൊക്കെ കുഴങ്ങും. നല്ലോണം കുഴക്കണം. നല്ലോണം കുഴച്ച് അവസാനം ഇതാ ഈ ഒരു പരിവൊക്കെ ആവും. പിന്നെ ഇത് ഈ ഒരു പരിവായി കഴിഞ്ഞാൽ നേരെ കുറച്ച് നേരം അത് മാറ്റിക്കുക. ഡോ എന്നൊക്കെ പറയിട്ടതിന് ആ ഡോന്ന് നേരെ ചെറിയ ഉരുളാക്കുക. ചെറിയ ഉരുളാക്കി നമ്മൾ പത്തിരിയൊക്കെ പ്രസ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, ആ സാധനത്ത് വെച്ച് നന്നായിട്ടാണ് പ്രസ് ചെയ്തിട്ടാണ്ട് എടുക്കുമ്പോൾ നമുക്ക് ചപ്പാത്തി അല്ലെങ്കിൽ പത്തിരി പോലത്തെ ചെറിയ സാധനം കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പരത്താനം നിൽക്കേണ്ട, വേറെ കല്ലുമ്മട്ടിട്ടൊന്ന് നേരെ നമ്മൾ തേങ്ങ കുറച്ച് കഴിക്കാണ്ട് എടുക്കുക, പഞ്ചസാര ഇടുക, അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അവലിടുക, പിന്നെതാ നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സ്, അത് ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പുള്ളൂ കിട്ടിയത്, എന്തൊക്കെ കിട്ടിയ ചാക്കപ്പാട് ഇട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ ഒറ്റിച്ച ആ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ തേക്കുക. അത് തേച്ചിട്ടാണ്ട് മടക്കണതിനൊരു പ്രത്യേകത ഉണ്ട്. പൂ പോലെ മടക്കണം. അതങ്ങനെ ആദ്യം ഇങ്ങനെ ഒരു റൗണ്ട് പോലെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് നേരെ അത് റിപ്പീറ്റ് ചെയ്ത് ബാക്കിലേക്കൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവൽ സാധനമായി. ഇങ്ങനെ ഇത് ഫുള്ള് ചെയ്യുക. ചെറിയ പണിയുള്ളൂ, തോനെ നേരം പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നല്ല ടേസ്റ്റുള്ള സാധനം കിട്ടും. നിങ്ങൾക്ക് കുറച്ച് നേരം പണിയെടുത്താൽ മതി. പക്ഷേ 4 മണിക്ക് നല്ല ഉഷാറായിട്ട് തിന്നാൻ പറ്റും. അത് വേറെ കാര്യം. എന്നിട്ട് ഒക്കെ ഇങ്ങനെ മടക്കി ഇങ്ങനെ വെക്കുക. അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയ്ക്ക് നമ്മളെ പൂവടണ്ട് ഇടുക. ഒരു 2-3 എണ്ണമൊക്കെ ഇട്ടോളിയും, ഒന്നും നോക്കണ്ട. ഇനിയിപ്പോൾ വലിയ ചട്ടിയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലും ഇടുക. എന്നിട്ട് ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് ഇത് ഇങ്ങനെ വരും ഫ്രൈ ആകുമ്പോൾ. അങ്ങനെ അതിനനുസരിച്ചിട്ട് നമ്മൾ നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ ഇതിന് കോരി ഇങ്ങനെ എടുക്കുക. ഇത്ര തന്നെ ഉള്ളൂ പരിപാടി. നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത പൂവട റെഡി.